വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. കുട്ടമ്പുഴ പഞ്ചായത്തിലെ ആദിവാസി ഊരുകളിൽ ശക്തമായ കാറ്റിലും മഴയിലും റോഡിലേക്ക് കാട്ടുമരങ്ങൾ വീണ് 12ഓളം ആദിവാസികൾ വനത്തിൽ കുടുങ്ങി. കോതമംഗലം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരങ്ങൾ മുറിച്ചുമാറ്റി വനത്തിൽ കുടുങ്ങിയവരെ സുരക്ഷിതമായി വീടുകളിലെത്തിച്ചു. കുട്ടമ്പുഴ പഞ്ചായത്തിലെ ആദിവാസി ഊരുകളായ വെള്ളാരംകുത്ത്, കത്തിപ്പാട, ഉടിയംപെട്ടി, തേക്കല്ല്, വെട്ടിക്കല്ല്, മഞ്ചപ്പാട എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കാട്ടുമരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഊരുകളിലേക്കുള്ള റോഡിലേക്കാണ് 150 ഇഞ്ചോളം വണ്ണമുള്ള 30ഓളം കാട്ടുമരങ്ങൾ വീണ് 2 വാഹനങ്ങളിലായി 12ഓളം ആദിവാസികൾ വനത്തിൽ കുടുങ്ങിയത്. തുടർന്ന് കോതമംഗലം അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ മുഹമ്മദ് അജ്മൽ ഷായുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലത്തെത്തുകയും വെള്ളാരംകുത്ത് മുതൽ 37 കിലോമീറ്റർ ദൂരത്തിൽ 30ഓളം മരങ്ങൾ മുറിച്ചുമാറ്റി വനത്തിൽ കുടുങ്ങിയവരെ അവരുടെ വീടുകളിൽ സുരക്ഷിതമായി എത്തിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച രാത്രിയാണ് 2 വാഹനങ്ങളിലായി 12ഓളം പേർ വനത്തിൽ കുടുങ്ങിയത്. സേന സംഭവസ്ഥലത്തെത്തുന്നതിനു മുന്നേ വാഹനങ്ങളിൽ കുടുങ്ങിയവർ മരം വെട്ടാൻ ശ്രമിക്കുന്നതിനിടെ ജീപ്പ് ഡ്രൈവറുടെ കാലിന് പരിക്കേറ്റിരുന്നു. സീനിയർ ഫയർ ഓഫീസർ സിദ്ദിഖ് ഇസ്മായിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ KP ഷമീർ, PK ശ്രീജിത്ത്, OG രാകേഷ് കുമാർ, KK രജീഷ്, ഹോംഗാർഡ് P ബിനു എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കൂടാതെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്ത് സേനയോടൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.